ഹായ് ഓൾ, അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. രാവിലെ 9:30 മണിയാകുമ്പോൾ എങ്ങനെ പണിയെല്ലാം തീർക്കാന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ രാവിലെ 10-11 മണി വരെയുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിരുന്നത് രാവിലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതില്ലേ പാസ്തയാണ് പിള്ളേർക്ക്. അപ്പോൾ കറി എന്തുകൊണ്ടായിട്ടില്ല, അപ്പോൾ ഇനി വേറെ കറിയാ മുട്ടക്കറിയാ അങ്ങനെ എന്താക്കുമ്പോൾ അപ്പോൾ പാസ്ത ഒന്നും ഉണ്ടാക്കാം, നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാൻ എന്നിട്ടില്ലേ ഞാൻ പാസ്തയാണ് ഉണ്ടാക്കിയത്. അതിനും വേണ്ടിയിട്ട് ഞാൻ പാസ്താനെ വേവിച്ചിട്ട് എടുത്തിന് ഉപ്പിട്ടിട്ട്, എന്നിട്ട് വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ല ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഉപ്പും ഇല്ലേ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നല്ല ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പറഞ്ഞാൽ നമുക്ക് ഈ പാസ്ത കഴിക്കുമ്പോൾ ഇടയിൽ കടിക്കാൻ കിട്ടാൻ നല്ല ഫ്രൈ ആയെങ്കിൽ ഡ്രൈ ആയെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു സോഫ്റ്റിൽ അങ്ങനെ ആയാൽ മതി. അപ്പോൾ അതാ നല്ല കുരുമുളക് ഇട്ടതുകൊണ്ട് തന്നെ ഒരു കളർ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇടയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ലാസ്റ്റ് നമ്മൾ മാക്രോണിക്ക് മിക്സ് ആക്കുന്നുണ്ടല്ലോ പാസ്തക്ക്, അങ്ങനെ. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇല്ലേ അതേ ഫ്രൈ പാനിലേക്ക് തന്നെ നമ്മൾ പാസ്ത ഉണ്ടാക്കുക. ഇത് എളുപ്പമെന്ന് പറഞ്ഞാൽ പാസ്ത ഉണ്ടാക്കാൻ ഉള്ളിയോ തക്കാളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ക്യാപ്സിക്കം വേണ്ട, പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ക്യാരറ്റ് ഒന്നും ഇട്ടിട്ടാ. അപ്പോൾ അതാ ബട്ടർ ഇട്ട് കൊടുത്തിന് ഒരു ഇത്തിരി ഓയിലും ഉണ്ടായി ചിക്കൻ ഫ്രൈ ആക്കി തന്നെ. ഈ ടൈമിൽ തന്നെ ഇല്ലേ ക്രഷ് ചെയ്ത മുളകില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് പൊടിച്ച മുളകുണ്ടായിന് ഒരു 2 സ്പൂൺ മുളക് ഇട്ട് കൊടുത്തിന്. ഇത് സ്പൈസിക്ക് വേണ്ടിയിട്ട്, ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇല്ലെങ്കിൽ സാധാരണ കാശ്മീരി പൗഡർ ഇല്ലേ ആ പൗഡർ ഇട്ടാലും മതി, മുളക് പൊടി. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിന്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പേസ്റ്റ് റെഡി ഉണ്ടായിന്, അതന്നെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടതിന് ശേഷം ഇല്ലേ എനിയിലേക്ക് ഇടാൻ പോകുന്നത് എന്താ അറിയോ, നമുക്ക് സോസ് വേണ്ടേ, പാസ്തക്ക് സോസ് വേണം. ആ സോസിന് വേണ്ടിയിട്ടില്ലേ മൈദപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ട്, ഞാൻ ആ വീഡിയോ ഇല്ല മൈദപ്പൊടി ഇടുന്ന വീഡിയോ കട്ടായിട്ടുണ്ട്. 1 സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ടേ. മൈദപ്പൊടി ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ലേ ഇത് ഫുള്ളൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു തിക്ക് ആയ പോലെ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിന്. ഇത് നമുക്കിങ്ങനെ തിളക്കുമ്പോൾ അതിൻ്റെ സംഭവം മനസ്സിലാവും എത്ര വെള്ളം വേണമെന്ന്, അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇത് വെള്ളം പോലെ കാണുന്നില്ലേ, കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കാവും. ഞാൻ ഓരോരാൾ പാസ്ത ഉണ്ടാക്കുന്ന ഓരോരോ സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്കിവിടെ സ്പൈസിയാന്ന് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ട്. അപ്പോൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പാക്കാം. ഓക്കെ, അപ്പോൾ അത് ആ മൈദപ്പൊടി ഞങ്ങൾക്ക് ഒരു തേയാതെ പോലെ. അപ്പോൾ ഞാൻ വീണ്ടും 1 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടില്ലേ, എല്ലാം തെറ്റെന്ന് പറഞ്ഞാൽ വോയിസ് കൊടുക്കുമ്പോൾ 1 സ്പൂൺ മൈദപ്പൊടി ഇട്ടിന് അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂട്ടി കൊടുത്തിന്. അപ്പോൾ ഇതിങ്ങനെ സോസിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം, ഒരു ഡ്രൈ ആവാൻ കഴിയല്ല. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെ ഫുൾ തന്നെ കൂട്ടി കൊടുത്തിന്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിയിട്ടില്ലേ അതിലേക്ക് ഒരു 2-3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിന്. വേറൊന്നും ഇതിന് സ്പൈസി ആയിട്ട് വേറൊന്നും ഇല്ലല്ലോ ഇതിൽ, കുരുമുളകും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട ക്രഷാക്കിയ മുളക് പൊടിയില്ല, ആ ഒരു സ്പൈസി തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ അതാ ഇപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തിന്, എല്ലാം ഒന്ന് ഇട്ടിട്ടതിന് ശരി ലാസ്റ്റ് നമുക്കതിന് സോസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഗ്രേറ്റ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ടോ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിന്. ഇത് സോസും ചീസും എല്ലാം ആയിട്ടില്ല, ഇങ്ങനെ ചൂടോടെ കഴിക്കേണ്ട ഒരു പാസ്തയാണ്. പാസ്ത വെച്ചിട്ട് തണിഞ്ഞിട്ട് ചൂടാറിയെങ്കിൽ പണുണ്ടാവില്ല. അപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അങ്ങനെ ഞാനിതാ എല്ലാ ചീസെല്ലാം ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇങ്ങനെ സ്റ്റോർ ആക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ കവറിൽ വെച്ചിട്ടില്ലേ ഒരു ടിഫിനിലിട്ടിട്ട് മൂടിയിട്ട് വെക്കുന്നതാണ്. ഫ്രീസറിലാണ് ഞാനിത് വെക്കൽ. നമ്മൾ യൂസ് ആക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ പുറത്തെടുത്താൽ മതി. അത് ഗ്രേറ്റ് ആക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടാകുമ്പോൾ തന്നെ അത് മെൽട്ടായിട്ട് വരുന്നത് നല്ല ഭാഗങ്ങൾ. അപ്പോൾ അത് ലാസ്റ്റ് ഫൈനലി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഭാഗങ്ങൾ ചീസ് ഒന്ന് മെൽട്ടായിട്ടാകുമ്പോൾ എടുത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി ഏകദേശം ഒരു 9-10 മണിയാകുമ്പോൾ ഉണ്ടാക്കിയ രാത്രി ഉണ്ടാക്കിയതും നമ്മൾ കഴിച്ചത് തന്നെയാണെന്ന് പറഞ്ഞാൽ പിള്ളമാർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തത് ചൂടായിട്ടാകുമ്പോഴേക്ക്. പിന്നെ ഓരോരോ പിള്ളേർ ഇങ്ങനത്തെ ഇഷ്ടമില്ല, പക്ഷേ ഓരോ മച്ചാല ഇങ്ങനത്തെ എല്ലാം നല്ല ഇഷ്ടമാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഉപ്പെല്ലാം ഒന്ന് ചെക്കാക്കിയിട്ട് നോക്കിയിട്ട് അതിന് ശേഷമില്ലേ പിന്നെ പ്ലേറ്റിലേക്ക് വിളമ്പലാണ്. അപ്പോൾ നല്ല ചൂടോടെ നല്ല ജ്യൂസിയായ നല്ല ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റാണ് ഇതറിഞ്ഞാൽ നല്ല ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ് സംഭവം. കുരുമുളകും മൈദപ്പൊടി അങ്ങനത്തെ എല്ലാ സംഭവം നമ്മളെ പുരയിലുള്ളത് തന്നെയല്ലേ. അപ്പോൾ ചീസ് മാത്രം അധികം ആളെടുത്ത് ഉണ്ടാവില്ല. ചീസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചീസ് ഇട്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണെന്ന് അറിയാം. അങ്ങനെതാ ഞാനും മക്കളും പിന്നെ ഇത് ചൂടോടെ കഴിച്ചതാണ്. അപ്പോൾ അതാ നോക്കിയ ചിക്കനും അതിൻ്റെ സോസും ആ കുരുമുളകിൻ്റെ ഒരു കളറും എല്ലാം ആയിട്ടില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായിട്ടില്ല. ഞാൻ രാവിലേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അരിച്ചിട്ട് വെക്കാന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടല്ല, ഇഡ്ഡലിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് വെക്കാൻ രാവിലെ ചൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും ആയിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഡൈനിങ് ലൈഫ് ചെയ്യാന്നിട്ടില്ലേ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ അരി വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് 2-3 മണിക്കൂറൊന്ന് വെള്ളത്തിലിരിക്കട്ടെ ഇട്ട് അങ്ങനെ പോത്തിട്ട് അതിന് ശേഷം ഒരു 11-12 മണിയാകുമ്പോൾ അരിച്ചെടുത്തതാണ്. അങ്ങനെ ഫുൾ അരിച്ചിട്ടെടുത്തിട്ടെല്ലാം ആയിട്ടില്ലേ. അതിൻ്റെ മിക്സിയിലും ജാറെല്ലാം കയറ്റി വെച്ചതിന് ശേഷം കിച്ചണെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പോയതാണ് ഉള്ളിലോട്ട്. അപ്പോൾ ഈ ഇഡ്ഡലിക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അരക്കലും പിടിക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ ഞാൻ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് പുറത്ത് പോയതാണ്. പിന്നെ ബേബിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഉറങ്ങിയിട്ടേയില്ല, അവിടെ കയറി തന്നെ ഉണ്ട്. എല്ലാ റൊട്ടീനെല്ലാം തെറ്റിനോ എൻ്റെ ഈ പനിയെല്ലാം ആയതുകൊണ്ട് ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. എനിക്ക് കുറച്ച് കുറവുണ്ടായ പോലെ ഉണ്ടായി. ഇന്നലെ രാത്രിയാകുമ്പോൾ വീണ്ടും പനി വരുന്ന പോലെ ആകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വർക്ക് ഏരിയ ഒന്ന് ഡോറെല്ലാം അടിച്ചിട്ടായതിനു ശേഷം കിച്ചണിൻ്റെ ഡോറെല്ലാം അടിച്ചിട്ടില്ലേ. നമുക്ക് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് എങ്ങനെ പണി തീർക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താക്കണം അറിയാം, നമ്മൾ രാത്രി തന്നെ ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ട് കിടക്കണം. ഉള്ളടിക്കണ്ട, രാത്രി അടിക്കാനാവാലോ. ഫുള്ളൊന്ന് ബെഡെല്ലാം പിരിച്ച് ഇപ്പം നമ്മൾ രാത്രി ആകുമ്പോൾ ഇരിക്കുന്നില്ല, അത് രാവിലെ ആക്കാം. നേരെ ഇപ്പം സെറ്റാക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കിടക്കുക അങ്ങനെ ഇരിക്കുന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല, രാത്രി കിടക്കുമ്പോൾ തന്നെ ഇല്ലേ ഫുള്ളൊന്ന് ബെഡെല്ലാം വിരിച്ചിട്ട് കോട്ടിലും കിച്ചണും എല്ലാം ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് കിടക്കാം. അടിക്കുന്നത് മാത്രം രാവിലെ അടിക്കാം. എന്താ ബേബിക്ക് പനിയിലൊന്നും കഴിഞ്ഞില്ല, കണ്ണ് മീക്കാനേ കഴിഞ്ഞില്ല. കണ്ണ് കാണുമ്പോൾ തന്നെ നല്ലൊരു പനീൻ്റെ ഇതുണ്ട്. കരച്ചാൽ തന്നെ ഇപ്പോൾ അങ്ങനെ തന്നെ പിന്നെ എല്ലാം ഉറങ്ങിയിട്ടുണ്ടായി. മേത് ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ട് അങ്ങനെ ഉറക്കിയിട്ട് കിടത്തിയിട്ട് രാവിലെ ഞാൻ കാണിച്ചിട്ട് വീണ്ടും കരിയാനും തുടങ്ങിന്. അപ്പോൾ ഞാൻ രാവിലെ എണിച്ചപ്പം എന്നെ മരുന്നെല്ലാം കൊടുത്തിട്ട് എങ്ങനെയെല്ലാം ഒപ്പിക്കണമല്ലോ അന്ന് സെറ്റാക്കിയിട്ട് എടുത്തിന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിസ്കാരമോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ കുറേ ദിവസമായി ഒന്ന് കാറൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓട്ടിയെങ്കിലേ ജസ്റ്റ് നമുക്കൊരു അറിയുന്ന പോലെ ആണ്. ഇല്ലെങ്കിൽ ഓട്ടാതിരുന്നിട്ടാകുമ്പോൾ മറന്നിട്ട് തന്നെ പോന്നു. അങ്ങനെ ഞാൻ മിതാദിനോട് പറഞ്ഞു ഒന്ന് എനിക്ക് പഠിപ്പിക്കുന്നില്ലേ. അന്ന് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ തന്നെ ഒന്ന് നോക്കിയതാണ്. അന്ന് അസുറുണ്ടാകുമ്പോൾ അങ്ങനെ എന്തോ എടുത്തതിന് ശേഷം എടുത്തിട്ടേ ഇല്ല എന്നൊന്നും വേണ്ടി. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഓർമ്മ വന്ന് എടുത്തില്ല അങ്ങനെ മറന്നിട്ട് പോന്നു. അങ്ങനെ ഞാൻ എടുക്കുമ്പോൾ ബേബി എൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്, തന്നുണ്ട് ബാക്കിൽ ഉണ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഓട്ടിയതിന് ശേഷം ഇല്ലേ പിന്നെ നമുക്ക് ഒന്ന് ഫുള്ള് ഡൈനിങ് ലൈഫ് ചെയ്യണ്ടേ. അതിന് ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടില്ലേ മുറ്റെല്ലാം ഒന്ന് അടിച്ച് വാരിയിട്ടായതിന് ശേഷം ആണ് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മണി എത്ര അതിന് 7 മണിയായിട്ടുണ്ട്. 7 മണിയായിട്ടുണ്ട്. പിന്നെ മുറ്റെല്ലാം അടിച്ചിട്ട് കഴിഞ്ഞിന് 7 മണിയാകുമ്പോൾക്ക് ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാം. ഇന്ന് രാവിലെ തന്നെ മക്കളെല്ലാം അടിച്ചിട്ടൊന്ന് മുകളിൽ പോയിട്ട് തുറന്നിട്ടുണ്ട്. എന്നിട്ട് മുറ്റടിക്കൽ കാര്യം കഴിഞ്ഞിട്ടായിട്ട് പെട്ടെന്ന് ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് മെഷീനിലിട്ട് ഇപ്പം നമുക്ക് കയ്യോടെ എടുക്കാനൊന്നും ഇല്ലല്ലോ, മെഷീനിലല്ലേ. അത് നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അത് അടഞ്ഞോ മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കും അല്ലേ. അങ്ങനെതാ മിഷനിൽ അലക്കലും സംഭവങ്ങളും ആറിയിടലെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം കിച്ചണിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ടൈം നോക്കിയിട്ട് പണിയെടുക്കലാന്ന് പറഞ്ഞു ഇന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ മുറ്റടിച്ചിട്ടുള്ളിൽ കയറിന് അലക്കലും കഴിഞ്ഞിട്ട് മുകളിലെല്ലാം ഇട്ടിട്ട് വരുമ്പോൾ 7:30 മണിയായിന്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. അപ്പോൾ ഇഡ്ഡലീൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയിൽ ഇഡ്ഡലിയും ചുട്ടെടുക്കണം, ഇടയിൽ സാമ്പാറും കട്ടാക്കിയിട്ട് എടുക്കാനുണ്ട്. ഒരു പണിയാന്നേല ഇപ്പോൾ പണിയാന്നേല ചെല്ലുമ്മമാർക്കെല്ലാം വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞാൽ കുറേ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിന് രാവിലെ പണി തീർക്കുന്ന ഒരു വീഡിയോ കാണിക്കുമോ, എങ്ങനെ കഴിയുന്നില്ല, എത്ര ആയെങ്കിലും കഴിയുന്നില്ല, അങ്ങനെ എന്നെല്ലാം പറയുന്നുണ്ടായി. അപ്പോൾ ചോദിച്ചവർക്കെല്ലാം ഉള്ള വീഡിയോ ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ സാമ്പാറിനുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റെഡിയാക്കുമ്പോൾ ഒരു ബന്ധമരുന്നിൻ്റെ ഒരാൾ വരുന്നത്, ബന്ധം ഒരാൾ. അപ്പോൾ ഞാൻ ഒരു പേരും നിൽട്ടില്ലേ ഇന്നലെ എന്നെ അത് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഈ പണീൻ്റെ ഇടയിൽ ഒരു വരുന്നത് അങ്ങനെ അവർക്കത് മിതാത് കൊണ്ടുപോയിട്ട് കൊടുത്തതാണ് ഗേറ്റിൻ്റെ അടുത്ത്. അങ്ങനെ അത് കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഇനി സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. സാമ്പാർ ഉണ്ടാക്കാനില്ല ഫസ്റ്റ് പരിപ്പില്ലേ
പരിപ്പ് കുക്കറിലിട്ടിട്ട് നല്ല ഭാഗം കയറ്റെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഇടുന്ന എല്ലാ ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം ഇല്ലേ അത് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 4-5 പച്ചമുളക് എടുത്തിന് അതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടായിട്ട് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ലേ അടിച്ച് വെച്ചിട്ട് പരിപ്പ് നല്ല വെന്തിട്ട് ഉടയോളം വേവിക്കണം. ഞാൻ നല്ലൊരു 3-4 വിസിൽ 4 വിസിൽ 5 വിസിലായെങ്കിൽ പ്രശ്നമില്ല. നല്ല പങ്ങൽ ഒടിഞ്ഞിട്ട് വരോളം വേവിക്കണം. അത് വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള വെജീസ് എല്ലാം നമ്മൾ ഇടുന്നത് കുക്കറിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിന്നെ കുക്കർ അടിച്ചേക്കാം. അപ്പോൾ കുക്കർ മൂടിയിട്ട് നമുക്കിത് ഫസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കണ്ടേ. നമുക്ക് ഇഡ്ഡലി ചുടണ്ടേ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള അപ്പച്ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കെല്ലാം കണ്ണിലേക്ക് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇല്ലേ നമുക്ക് ഓരോന്നായിട്ട് ഇഡ്ഡലിയും ചുട്ടെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് 2 ബാച്ച് ചുട്ടെങ്കിൽ തന്നെ മതിയാവും. ഇങ്ങനെ പുള്ളമാർ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ടിഫിനിലിടാൻ സ്കൂൾ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 2 ബാച്ച് കൂട്ടിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഒന്ന് കൂട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ബാച്ച് കൂട്ടും. അപ്പോൾ ഞാൻ ഇഡ്ഡലി പോള ഇങ്ങനത്തെ ഉള്ള സംഭവമാകുമ്പോൾ ബാറ്റർ കുറച്ച് കൂടുതൽ തന്നെ ഇറക്കും. 2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ പോളായാലും ഇഡ്ഡലി ആയാലും എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഇഡ്ഡലി ഞാൻ അധികം കുറവ്, പോള പെട്ടെന്ന് റെഡിയാണല്ലോ. അങ്ങനെ പോള തന്നെയാണെന്ന് വെച്ചിട്ടില്ല. പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഡ്ഡലി ആക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 2.5 കൊണ്ടില്ല നമ്മൾ മിൽക്ക് മേഡിൻ്റെ കൊണ്ടില്ല 2.5 കൊണ്ട് പച്ചരി എടുത്തിന്. അതിൽ കരക്കണ്ട ഊന്നിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ചോറ് എടുത്തിന്. ചോറെല്ലാം കൊടുത്ത് ജാസ്തി ബാക്കിയുണ്ടെങ്കിലേ ഈ പൊളക്ക ഇഡ്ഡലിക്കാൻ വേണ്ടി അരി വെള്ളത്തിലിടും. എല്ലാം കുറേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറ് ഒരു മാതിരിയാണ്. പിന്നെ ഞാൻ അധികം ചൂടാക്കിയിട്ട് എടുക്കല്ല, ഇല്ലെങ്കിൽ എനിക്ക് പുളിവാളത്തിൻ്റെ ഓർഡർ ഉണ്ടാകുന്നല്ലോ, അതിനെല്ലാം വേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമ്മളെ കലത്തപ്പത്തിന് അങ്ങനെല്ലാം വരുമ്പോൾ ചോറ് യൂസാണ്, വേസ്റ്റാകുന്നില്ല അറിഞ്ഞാൽ. അങ്ങനെ അതാ ഞാൻ വെജീസ് എല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പാങ്ങലൊന്ന് കയറ്റെടുക്കാം. അങ്ങനെ കയറ്റെല്ലാം എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇപ്പം ഏകദേശം മണി 8 ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ടൈം ഇടയിൽ നോക്കുന്നുണ്ട്. നമുക്ക് 9:30 മണിയാകുമ്പോൾ നമ്മളെ പണിയെല്ലാം തീർക്കണ്ടേ, അതിനും വേണ്ടിയിട്ട്. അപ്പോൾ അതാ വേള നല്ല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒടിച്ചെടുക്കണം. നല്ല ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചൂടോടെ ഇടുമ്പോൾ തന്നെ നല്ല ഒടിഞ്ഞിട്ട് വരുന്നു. വേളനെ ഒടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ബാക്കിയുള്ള പച്ചക്കറി ഇല്ലേ അതിനെല്ലാം ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനിയൊന്ന് വേഗം വെക്കാം. ഇത് ജസ്റ്റ് 1 വിസിൽ തന്നെയാണ് വരുന്നത്. ബൈലോട്ടി വെജീസെല്ലാം ഇട്ടിട്ടാകും ആകെ 1 വിസിൽ തന്നെ വരുന്നത്. 2 വന്നെങ്കിൽ തുടങ്ങിയിട്ട് സാമ്പാറിൻ്റെ ഒരു നോട്ട് തന്നെ പോകും. 2 വരുന്നത് ഒരേ വിസിലാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇപ്പുറത്ത് ഇഡ്ഡലി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചോറും റെഡിയാക്കണ്ടേ. അങ്ങനെ ഞാനിതാ ചോറും ഇതേ ടൈമിൽ തന്നെ എടുത്തിട്ട് കയറ്റ് ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഇത് അവിടെ കുക്കറിൽ വെച്ചെങ്കിൽ അത് അവിടെ വെന്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നില്ല, ഉച്ചക്ക് എടുത്തോളമുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കഴിയുന്നെങ്കിൽ രാത്രി ഓളത്തുള്ളതായി. രാത്രി വരെല്ലാം തോന്നുന്നു, ഉച്ചാകുമ്പോൾ തീരുമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ സാമ്പാർ എടുത്തിന്. ഏകദേശം 1 കിലോ തന്നെ. ഞാനും മക്കൾ തന്നെയല്ലേ ഉള്ളത്, ഓർഡറും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് 1 കിലോ മതിയാവും നമുക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഞാൻ ഉണക്ക് ഫ്രൈ ഇല്ലേ ഉണക്കിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തതുമായി രാവിലത്തതും ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കിയെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണി തീർന്നില്ലേ. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഇല്ലേ ബാത്റൂം കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൻ്റെ പണിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അങ്ങനെ കുക്കറാടെ വിസിലാകുമ്പോൾ ഞാനിതാ 2ാമത്തെ ബാച്ചും ഇഡ്ഡലി കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ 1 വിസിൽ വരുമ്പോൾ ഞാൻ തീ ഒന്ന് ഓഫാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കലം പോരാനും അതിനൊന്ന് കലം പൊരിറ്റെല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇപ്പുറത്തെ ഇഡ്ഡലി ഒന്ന് റെഡി ആയെങ്കിൽ ഈ പണിയൊന്ന് നമുക്ക് തീരുമല്ലോ. അങ്ങനെ ഞാനിതൊന്ന് 2ാമത്തെ ബാച്ചും ഇഡ്ഡലി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററിയില്ലേ അതിനിപ്പം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറേ നേരം പുറത്ത് വെച്ചെങ്കിൽ പിന്നെയും അത് പുളി വരുന്നല്ലേ. അപ്പോൾ കുറേ നേരം പുറത്ത് വെക്കണ്ട, പെട്ടെന്നൊന്ന് ചുട്ടിട്ടായതിനു ശേഷം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടതിന് ശേഷം നമുക്കിനൊന്ന് കലം പോയിട്ട് നല്ല സ്മെല്ലോടെ നല്ല ടേസ്റ്റോടെയുള്ള സാമ്പാർ ഉണ്ടാക്കണ്ടേ. അത് നോക്കിയോ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് ഞാൻ തേങ്ങ തന്നെ കൂട്ടീന്. ഇല്ലെങ്കിൽ ഞാൻ തേങ്ങ വേറെ അധികം യൂസ് ആക്കല്ല, അത് ബന്ധമരുന്നിന് തന്നെയാണ് ഞാൻ വേറെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാമ്പാറിനല്ലോ തേങ്ങ നല്ല മണമാണ് കൂട്ടിയെങ്കിൽ. അങ്ങനെ അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കുറച്ചൊരിത്തിരി ഉലുവ ഇത്തിരി തന്നെ ജീരകത്തിന് പിന്നെ 2 ഉണക്കമുളക് ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിച്ചപ്പില്ലേ
നമ്മൾ കരച്ചപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എണ്ടത്ര ഇടാം. ആ കരച്ചപ്പം ഇട്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് വന്നറിയാം. അങ്ങനെ അതെല്ലാം ഇട്ടിട്ടതിന് ശേഷം നമുക്കില്ലേ ഈ വെജീസെല്ലാം ഇല്ലേ അത് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം. ഈസിയാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ. കുറേ കഷ്ടവും ഇതൊന്നും ഇല്ല, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അതാ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെള്ളമാക്കിയിട്ട് എടുക്കാം. നല്ല കുറുകുന്നു കുറച്ച് കഴിയുമ്പോൾ വേളെല്ലാം ഈ ഇട്ട പരിപ്പും ഇതില്ലേ അത് നല്ല ഒടിഞ്ഞിനല്ലോ, അപ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങലും വെള്ളം കൂട്ടി കൊടുത്തിന്. ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിന്, കുറച്ച് കൂടുതൽ തന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിന്. ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ടൈമിലില്ലേ ഞാൻ ഉപ്പൊന്ന് ചെക്കാക്കുമ്പോൾ നമുക്ക് പുളിവെള്ളം കൂട്ടിയിട്ടാണ് ഓർമ്മ വന്നത്. ഇവിടെ വെച്ചത് ഓർമ്മയില്ല. അങ്ങനെ നമുക്ക് ഉപ്പ് ചെക്കാക്കുമ്പോൾ അറിയുന്നല്ലോ പുളി കൊള്ളാതെ പോലത്തെ ഒരു ഫീല്. അങ്ങനെ അത് ചെക്കാക്കിയിട്ട് ആയതിനു ശേഷമാണ് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫുള്ള് തിളക്കട്ടെ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഉപ്പെല്ലാം ഒന്ന് ചെക്കാക്കിയിട്ട് ഉപ്പ് കുറവുണ്ടതുകൊണ്ട് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിന്. ഉപ്പെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. എന്തറിയോ, ഒരു സ്പൂൺ നിറച്ചില്ലേ മറ്റേ നമ്മളെ കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടി. ഇത് കാണുമ്പോൾ കസ്റ്റർഡ് തിരിച്ചിട്ട് ഞാൻ കസ്റ്റർഡ് ഇട്ടുണ്ടോ ഇനി സാമ്പാറിലേക്ക്. പിന്നെ അത് പുഡിങ് പോലെ ഇപ്പോൾ അതായത് ഞാൻ കടലപ്പൊടിയാണ് ഇടുന്നത്. ഒരു സ്പൂൺ നിറച്ച് വിട്ടിട്ടില്ല, കുറേ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ തിളക്കുന്ന സാമ്പാറിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇല്ല നല്ലൊരു കുറച്ച് തിക്കാണ് സാമ്പാറിന്, ഒരു ടേസ്റ്റും ഉണ്ടാകുന്ന നല്ല. പിന്നെ ഒരാൾ വെല്ലമല്ല ചേർക്കലുണ്ടാകുമ്പോൾ ഞാൻ വെല്ലം ഇട്ടിട്ടുണ്ടാവില്ല. പിന്നെ വറുത്തരച്ചിട്ട് തേങ്ങ അരച്ചിട്ട് അങ്ങനെയും ഇടലുണ്ട്. അപ്പോൾ അതെല്ലാം വേറൊരു സ്റ്റൈല്. ഇതൊരു ഈസി റെസിപ്പിയാണ്, കുറേ കഷ്ടവും കാര്യങ്ങളൊന്നുമില്ല അറിയാം. ഫസ്റ്റ് ഒന്ന് വാള വേവിക്കണമെന്ന് മാത്രം, വേറെ എല്ലാം എളുപ്പമാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടാ സാമ്പാറിലേക്ക്. വെളുത്തുള്ളി ഒന്നും ഇടാതെ സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് ഇഡ്ലിക്കല്ല. ഇത് നല്ലൊരു ഇല്ലേ മറ്റേ അണ്ണന്മാർ ഹോട്ടൽ മണക്കുന്നത് നല്ല ഇഡ്ലിയും സാമ്പാറിൻ്റെ ഒരു മണം വരുമ്പോൾ. അപ്പോൾ അതാടെ റെഡിയാകുന്ന ടൈമിന് ഞാൻ ഉണക്കെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണക്കേടറി എപ്പോഴും സൂക്ഷിക്കല് ഫ്രിഡ്ജിലാണ്. നല്ല കവറിലിട്ടിട്ട് നല്ല റബ്ബറെല്ലാം ഇട്ടിട്ട് വെച്ചെങ്കിൽ സ്മെല്ലൊന്നും വരുന്നില്ല പുറത്തേക്ക്. പിന്നെ ഇവിടെ പുറത്തന്നെ വെച്ചെങ്കിൽ അത് ഈ മഴക്കാലത്തെല്ലാം ഒരു എന്തോ ഇങ്ങനെയാണ് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോക്ക് ആക്കൽ. അങ്ങനെ ഞാനൊരു 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് കത്രിയോട് കട്ടാക്കുന്നത് കൊള്ളുന്നേയില്ല, തടിയുള്ളതല്ലേ ഉണക്കല്ലോ, നല്ല ഉറപ്പുണ്ടായിന്. അങ്ങനെ സ്പീഡിലൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടില്ലേ ചൂടുവെള്ളം കൂടി 2-3 വട്ടം നല്ല കയറ്റെടുത്തിട്ട് അതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അത് തന്നെയാണ് ഇട്ടിന്. പിന്നെ ഇതിലേക്ക് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉപ്പുള്ളത് തന്നെയല്ലേ ഓൾറെഡിയില്ലേ. അങ്ങനെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ലേ നമ്മളെ ഉണക്കെല്ലാം ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ടായ പോലെ ആണ്. അപ്പോൾ അങ്ങനെ വേണ്ടാലും ഞാൻ ഇത്തിരിയില്ലേ വെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മുളകിൻ്റെ തന്നെ വെള്ളം ഇല്ലേ ഒരിത്തിരി കൂട്ടി കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂട്ടിയിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു ഗ്രേവി ഉള്ള പോലെ ഞാൻ അങ്ങനെ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ രാവിലെ തന്നെ മണി 8 ആ ടൈമിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയായി, മസാല സാമ്പാറായി, വെറും ചോറായി, ഉണക്ക് ഫ്രൈയും ആയി, ഉച്ചക്കത്തതുമായി, രാവിലത്തതുമായി, ബാക്കിയുണ്ടെങ്കിൽ രാത്രിക്കുമായി. രാത്രി തന്നെയാണെങ്കിൽ ചോറ് തീർന്നെങ്കിൽ തന്നെ നമുക്ക് ബാറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ പോളയാൻ പറ്റി ചൂടാ. എന്നിട്ട് ഞാനിങ്ങനെ കണക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ആ ചോറ് നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നെ ചോറിനൊന്ന് കുക്കറിലേക്ക് മാറ്റി വെച്ചെങ്കിൽ അത് റെഡി ആയില്ലേ. അപ്പോൾ ഒരു വക പണിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് ആ ടൈമിലാണ് നമ്മളെ സിലിണ്ടർ തീരുന്നത്. പിന്നെ അതങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട പണിയാകുമ്പോൾ ആയിരിക്കും സിലിണ്ടറെല്ലാം തീരുന്നത്, അല്ലെങ്കിൽ മോട്ടറിൻ്റെ വെള്ളം തീരുന്നത് അല്ലേ. അങ്ങനെ ഞാനിതാ ചോറിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ടൈമിൽ ഫ്രൈ ആകുന്നുണ്ട്. ചിക്കന് തന്നെ വായിൽ വരുന്നത് പറഞ്ഞാൽ മീൻ ഫ്രൈ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണ്ടേ. ഇനി ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ അത് കഴിഞ്ഞിട്ട് മക്കളെല്ലാം കൂട്ടിയിട്ട് ഞാനും മക്കളെല്ലാം ഫുഡ് കഴിക്കാൻ എല്ലാത്തിനും വിളിക്കുന്നുണ്ട്. ഒന്ന് TV നോക്കുന്നൊന്ന് ഫോൺ നോക്കുന്നെല്ലാം ഉണ്ട്. സ്കൂളിലാണെങ്കിൽ ഒരു വത്സമാണ് പിള്ളമാരെല്ലാം പോലെ തന്നെ ഉണ്ടാകുമ്പോൾ ഇല്ല ഞാനും മോനും ഒറ്റക്ക് തന്നെയല്ലേ. മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മജയാണ്. വിസം പറഞ്ഞുകൊണ്ടും മക്കളെ പറഞ്ഞുകൊണ്ടും ബിസായിക്കൊണ്ടും ആയിക്കൊണ്ടെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മജ. അങ്ങനെ തന്നും എത്തിയിട്ടുണ്ട്, മിന്നും എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അങ്ങനെ മിതാതും എല്ലാവരും വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചതാണ്. അങ്ങനെ പറയുന്നുണ്ട് നല്ല ഹോട്ടലിൻ്റെ സാമ്പാർ ഹോട്ടൽ മണക്കുന്നതല്ല. നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം സാമ്പാറും ഇഡ്ഡലിയും. അപ്പം നമുക്ക് രാവിലെ പണിയാന്നില്ല, ഇപ്പം എന്ത് ടൈമില്ല, ഇങ്ങനെ എന്തപ്പോൾ ഇത്ര ടൈം കിട്ടാതെ എന്ന് ജീവിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഹെൽപ്ഫുള്ളാവും. എന്താ പറയുക, നമ്മൾ നമ്മളെ ഫോണിനെ മാറ്റി വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ കഴിയും. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കയ്യലില്ല. ഇതിപ്പോൾ ഓർഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സാധാരണ ഡേ ആണ് നിന്ന്, അതുകൊണ്ട്
പെട്ടെന്ന് പണി തീർന്നതാണ്. പിന്നെ നമ്മൾ ഫോൺ നോക്കിയിട്ട് അവിടെ മടി പിടിച്ചിട്ട് കിടന്ന് പിന്നെ കുറേ നേരം തോന്നിട്ട് അവിടെ കിടന്ന് പാത്രം അങ്ങനെ സിങ്കിൻ്റെ ഉള്ളിട്ട് പോയിട്ട് ബയ്യൊക്കെ വന്നിട്ട് വന്ന് പിന്നെ ഉച്ചയായി, പിന്നെ 12 മണിയായി, 1 മണിയായി, പിന്നെ ചോറും കറീൻ്റെ പണിയായി. അതെല്ലാം ചോറും കറി ലേറ്റായി. അത് പിന്നെ 3 മണിയായി ചോറ് വെച്ച്. പിന്നെ നമ്മളെ ഡേ തീർന്നില്ല, അവിടെ നമുക്കൊരു ടൈമും ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ രാവിലെ എണിച്ചിട്ട് നമ്മൾ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലേ നമുക്ക് കുറേ ടൈമും ഉണ്ട്. പക്ഷേ അതങ്ങനെ ഇഡ്ഡലിയെല്ലാം കഴിച്ചിട്ട് പാത്രം കാലിയായിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിന് പിള്ളേർക്കെല്ലാം ഞാൻ നല്ല ഉണ്ടായിട്ട് അങ്ങനെ മക്കളെല്ലാം തോന്നിയിട്ട് എണിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഫുള്ളൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം മണി എത്ര അതിനറിയാം, 9 മണിയായിന്. അപ്പോൾ ഞാനൊരു ചാലഞ്ച് വെച്ചിട്ട് 9:30 മണിയാകുമ്പോൾ ക്ലീൻ ആകും പണിയെന്ന്. രാവിലെ എണിച്ച് കുളിയും ബാത്റൂം കയറ്റായതിനു ശേഷം പിന്നെ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ടാണ് കിച്ചണിൽ കയറിയത് തന്നെ. പിന്നെ മുറ്റടിച്ച് പിന്നെ ഫുഡ് ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, പിന്നെന്ത് അലക്കുന്ന പണിയും കഴിഞ്ഞില്ലേ. അപ്പോൾ തന്നു ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ബാബിൻ്റെ ആങ്ങളുടെ കുഞ്ഞിൻ്റെ തൊട്ടിലിട്ടെല്ലാം അങ്ങനെ ഓളെ വിളിച്ചിട്ട് ഓള് പോകുന്നുണ്ട്. അങ്ങനെ തന്നു അങ്ങനെ പോയി. മിന്നുനോട് ഞാനില്ലേ നീ ഒന്ന് ജസ്റ്റ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു നീ കയറ്റെടുക്കുന്നു. അപ്പോൾ ഞാൻ ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലേ രാത്രി കേട്ടതിനെ ഒന്ന് ഫുള്ളൊന്നാകെ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തുടച്ചിട്ടില്ല, 2 ദിവസമായി എത്ര തുടച്ചിട്ട് വലിയ കച്ചറയും എന്തും ഇല്ല മണ്ണെന്തോ. അപ്പോൾ അത് നാളെ തന്നെ സ്കൂളില്ലാതെ ഒന്ന് തുടച്ചെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമൊന്നുമില്ല. പിള്ളേരെല്ലാം പോയതിനു ശേഷം തുടക്കാലില്ല ഫുൾ അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ച്. മാഷാ അല്ലാഹ് ഇപ്പോൾ ഏകദേശം 9:20 ആയിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂം ക്ലീനായി, ഉള്ളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ച്, പിന്നെ പാത്രം എല്ലാം ഒന്ന് കയറ്റെടുത്തിന് മുറ്റം അടിച്ചിട്ടായി. പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞു, ഉച്ചക്കത്തതും കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല ഒരു ഭയങ്കര എനർജിയാണ് പെട്ടെന്ന് പണി തീർന്നെങ്കിൽ നമുക്ക്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം, മാഷാ അല്ലാഹ് എല്ലാ പണി കഴിഞ്ഞല്ലോ എന്നിട്ട്. അപ്പോൾ നമ്മളില്ലേ ഇപ്പോൾ ഉള്ളെല്ലാം നല്ല നീറ്റായിന്. ഇനിയില്ലേ മുകളിൽ നല്ല കച്ചറയുണ്ട്. എന്താ പറയുക മുകളിലെ സംഭവം നമ്മളെ ഉമ്മാനെ പോലത്തെ കട്ടിൽ കപ്പട്ട അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. അതെല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ മുകളിൽ കാലിയല്ല എന്തെല്ലോ വേറെ കച്ചറ ഡ്രസ്സും സംഭവങ്ങളും അങ്ങനെ ഇങ്ങനെ ഒരു ഗോഡൗൺ പോകാതിരി തന്നെ ആയിട്ടുണ്ട് മുകളിൽ ഒരു റൂമിൽ. അപ്പം അതിനൊന്ന് ഫ്രീ ആയിട്ടാമില്ല ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇനി ഫുള്ള് ടൈം റെസ്റ്റ് തന്നെ. ഇപ്പോൾ ഏകദേശം 9:30 മണി എത്ര ഇനി ഉച്ചക്കത്തെ ഫുഡും റെഡി ആയിനല്ലോ. ഇനി കിച്ചണിൽ പോകണമെന്നേ ഇല്ല. ഒരു 1:30 മണിയാകുമ്പോൾ ചോറൊന്ന് വാർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം സെറ്റാന്നതാ. മീൻ പൂച്ച വന്ന് പറഞ്ഞാലില്ലേ ഞാൻ മുട്ടിയെല്ലാം വെച്ചിട്ടറിഞ്ഞ ഉണക്ക് ഫ്രൈക്ക്. അങ്ങനെ ഉണക്കിൻ്റെ കറിയോ റെഡിയുണ്ട്, സാമ്പാറും ഉണ്ടല്ലോ രാവിലെ തന്നെ. ചോറൊന്ന് വാർത്തെങ്കിൽ ഉച്ചക്കത്തെ പണി സെറ്റായി. അപ്പോൾ ഇപ്പം ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയെങ്കിലേ ഞാൻ ഉച്ച വരെ റെസ്റ്റ് തന്നെ. ഇനി വൈകുന്നേരം വരെ എന്ത് പണിയില്ല. അപ്പം ഒരാളൊരു കേക്ക് വേണമെന്നല്ലേ വിളിക്കുന്നത്. അത് രാത്രി 8 മണിക്കാണ് വേണ്ടിയത്. അപ്പോൾ ചോറെല്ലാം വെച്ചിട്ടായിട്ട് മെല്ലെ ഉണ്ടാക്കാൻ എന്നിട്ടില്ലേ ഞാനിങ്ങനെ നിൽക്കലായിരുന്നു. അപ്പോൾ തമാശാല മുറ്റടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളെല്ലാം ക്ലീനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുകളിലത്തെ കച്ചറെല്ലാം നിങ്ങൾ നോക്കാവേ താഴെ വൃത്തിയായിന്. അപ്പോൾ എല്ലാ പണിയായിട്ട് നമുക്കൊരു പുതിയായി ഒരു പില്ലുണ്ടായി കച്ചറായിട്ട് അതിനൊന്ന് അലക്കിറാന്നിട്ടില്ല. വൈറ്റ് പില്ല അതിൻ്റെ കോല നോക്കിയാൽ അതിന് നല്ല വാങ്ങൽ അലക്കിയിട്ടില്ലേ ആലയിട്ടിട്ടും സർഫ് ഇട്ടിട്ടും എല്ലാം വെച്ചിട്ടുണ്ട്. 3 ഓട്ടോമ്പിറ്റെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്ന് ഡ്രൈ ആക്കാനിടാനുണ്ട്. ഒരു പില്ല് ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇടാനിട്ട്. പക്ഷേ അത് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരാളൊരു കമൻറ്റ് ഇല്ല ചോദിക്കുന്നുണ്ട് അതിന് നസ്രുച്ചാന്ന് വിളിക്കാൻ അന്ത്യ അസ്രു വിളിക്കുന്നതിന്. അതില്ല മംഗലഞ്ഞ പാടന്നെ ഇവിടെ എല്ലാവരും അസ്രു തന്നെയാന്ന് വിളിക്കലും. ഉമ്മ ബാബിയും അനിയന്മാരെല്ലാവരും അസ്രു തന്നെ വിളിച്ചിട്ട് അതൊരു ഭേദമായി. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അപ്പം അസ്രുച്ചാന്ന് വിളിച്ചോണ്ടായി. ഉമ്മ ചോദിക്കുന്നുണ്ടായി മാപ്പിളുടെ ഉമ്മ അസ്രുച്ചാന്ന് വിളിക്കുന്നതിന് അസ്രു തന്നെ വിളിക്കാൻ തീരുന്നു. അങ്ങനെ കേട്ടിട്ടില്ലേ പിന്നെ നമുക്കൊരു ഫ്രീ ആയില്ലേ ഉമ്മ മറുപടി ഇല്ലെങ്കിൽ പേര് തന്നെ വിളിക്കാമല്ലേ. അങ്ങനെ അസ്രു തന്നെ എതിർഞ്ഞാ. പിന്നെ എന്ത് ലവ് മാരേജാ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിൽ ചോദിക്കുന്നത്. അങ്ങനത്തെ വലിയ കാര്യമായിട്ട് സ്റ്റോറിയൊന്നുമില്ല. കുറേ പുതിയ ഫ്ലൈറ്റില്ലേ നോക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാവായിട്ട് ലാസ്റ്റാണ് നസ്രുവായത്. അതെൻ്റെ ഉപ്പ സൗദിക്ക് പോകുന്നതിന് ഒരു 10 ദിവസം മുമ്പ് നോക്കി സെറ്റായി. 10 ദിവസം മുമ്പ് ആയിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ മംഗലാന്ന്. ഇനി വലിയ കാര്യം സ്റ്റോറിയൊന്നുമില്ല. മംഗലം കഴിഞ്ഞിട്ടാണ് സ്റ്റോറിയെല്ലാം ഉള്ളത് പറഞ്ഞാൽ. അപ്പോൾ അതാ എൻ്റെ മോളത്തെ സംഭവം നോക്കിയാൽ ഫുള്ളൊരു ഗോഡൗൺ കച്ചറായിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് പുറത്തിട്ടിട്ടില്ലേ എല്ലാം ഒന്ന് കയറ്റെടുക്കാനുണ്ട്. അപ്പോൾ താഴെ നല്ല വൃത്തിയുണ്ട്, മുകളിൽ കച്ചറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ ടൈം കിട്ടുമ്പോൾ മുകളിലെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ എന്നിട്ടില്ലേ ഞാൻ അങ്ങനെ നിന്നതാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് ടൈം എത്രയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ 2 ബേബിയെല്ലാം അണിച്ചിട്ട് പിന്നെ പിള്ളേരെല്ലാം കൊടുത്തിട്ട് ഞാനൊന്ന് ഉറക്കിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിടന്നിട്ട് ഉറങ്ങി, രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ട് ജലദോഷവും മൂക്കെല്ലാം കെട്ടിയിട്ടെല്ലാം ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ എല്ലാ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടില്ല അവിടെ വന്നതാണ്. അപ്പോൾ പണിയെല്ലാം ആയിട്ട് നമുക്ക് ഇങ്ങനെ വണ്ണ ഇരുന്നിട്ടുണ്ടായിന്. അപ്പോൾ ഒരു ഡയറി മിൽക്കെല്ലാം ഇടുന്ന തന്നെ മുള്ളിയെടുക്കുന്ന തന്നെ മേങ്ങിയിട്ടില്ലേ ഞാനും മക്കളെല്ലാം കഴിച്ചതാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് തോന്നിയെങ്കിൽ അപ്പം കിട്ടണം, തിന്നണമെന്ന് തോന്നിയെങ്കിൽ
അപ്പം തോന്നണം ഉണ്ടാക്കണമെന്ന് നോക്കി അപ്പം ഉണ്ടാക്കണം മസാല അങ്ങനെയാണ്. അപ്പോൾ അതാ ഞാനും മക്കളെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ. ഈ കഴിച്ചിട്ടായിട്ട് നിങ്ങൾ ടൈം നോക്കാവേ എത്ര നേരം ആയതെന്ന്. ഈ ഡയറി മിൽക്കല്ലല്ലേ ഇങ്ങനെ പീസാക്കിയിട്ട് കഴിക്കുന്നതിനായിട്ട് ഇങ്ങനെ നമ്മന്നെ കടിച്ചിട്ട് തന്നെ തോന്നണം. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. ഇങ്ങനത്തെ ആയിരിക്കും ഭ്രാന്തുണ്ടെങ്കിൽ കമൻ്റൊക്കെ അല്ല എത്ര തടിയുണ്ടെങ്കിലേ ചോക്ലേറ്റെല്ലാം കാണുമ്പോൾ ഒരുമാതിരിയാണ്. റെസ്റ്റോറൻറ്റ് അവിടെ കിടക്കാൻ കൊണ്ടുതരും ചോക്ലേറ്റെല്ലാം. അപ്പോൾ റിവാജ് തന്നെ അതാ എല്ലാം കഴിഞ്ഞിട്ട് മാഷാള്ള ടൈം നോക്കിയാൽ 9:30 മണിയായി. അപ്പോൾ ഇതാണ് സംഭവം. പണിയെല്ലാം കഴിഞ്ഞ് കുറേ ടൈം ഉണ്ടല്ലോ നമ്മളെ മുമ്പിൽ. അപ്പോൾ ഞാനൊന്ന് ഇച്ചാൻ്റെ ബൾപ്പിലെല്ലാം ഇച്ചാവും ഭാവിയെല്ലാം ഉണ്ടായിനടെ. അപ്പോൾ ഒന്ന് ഞാനും എല്ലാം പുറത്തിറങ്ങിയവരെ കാണുമ്പോൾ അങ്ങനെ ഇച്ചാൻ്റെ ചിക്കും മറ്റേ ഇതെന്താ അറിയോ മുട്ടപ്പായ എന്ന് പറഞ്ഞാൽ കാര്യങ്കറിയോ. ഈ മുട്ടപ്പായ നല്ല പുത്തെങ്കിൽ ഇതിനെ ജ്യൂസാക്കി ഷെയ്ക്ക് അടിച്ച് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം ഒന്ന് കളറായിട്ട് ഭാവിയും ചല്ലാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓറയുടെ പക്ഷേ അത് ഒരു വക എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. മറ്റേ ഞാൻ ഇന്നെല്ലാം കാണിച്ചിട്ട് ബുഷ് ഓറഞ്ച് ഉണ്ട്, ചിക്കുണ്ട്, മറ്റേ ഈ മുട്ടപ്പായല്ലേ മുട്ടപ്പായ ഉണ്ട്, പിന്നെ നെല്ലിക്ക ഉണ്ട്, പിന്നെ പേരക്കയില്ലേ പേരലക്കായ ഉണ്ട്, പിന്നെ കുരുമുളക്, മറ്റേ മുരിങ്ങക്കൊമ്പല്ലേ മുരിങ്ങക്കൊമ്പുണ്ട്. എല്ലാ ഐറ്റമും ഉണ്ട്. ഇതെന്താ പറയുക ഒരു പച്ചമുളക് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഒരു പച്ചമുളകാണ് ഇച്ചേട്ടൻ നോക്കൊടുത്തിട്ട് നട്ടത്. അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇച്ചക്ക് തൈയെല്ലാം ഇഷ്ടമായി പച്ചക്കറി ഐറ്റംസ് എല്ലാം. അപ്പോൾ ഓരോന്നോരോന്നേ കൊണ്ടുവന്നിട്ട് നടും. നേന്ത്രാൻ്റെ കദളീൻ്റെ കായിൻ്റെ കൊല അങ്ങനെ എല്ലാ കൊല്ലം ഉണ്ട് അവിടെ. പപ്പായ അതായത് കുക്കുമ്പറാന്ന്. അപ്പോൾ ഇതിൻ്റെ പൂവെല്ലാം ആയിട്ടുണ്ട് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഒരിക്കൽ എനിക്കും നല്ലൊരു മൂടുണ്ടായിനി. പുര കൂടി ആയ പാടില്ല. എൻ്റെ ബാക്ക് സൈഡെല്ലാം ഫുള്ള് പച്ചക്കറി ഉണ്ടായി. പിന്നെ ഈ ഫുഡിൻ്റെ തുടങ്ങിയതുകൊണ്ടില്ല പിന്നെ അതിനൊന്നും മെയിൻറ്റെയിൻ ആക്കാൻ കഴിയുന്നില്ല. ദൂരണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ ആടുന്ന മെല്ലെ ഒരു ടിപ്പ് ഞാൻ ഉള്ളിൽ ബാക്കി കുറച്ച് ബാക്ക് സൈഡ് കമ്പൗണ്ടല്ലേ കെട്ടാണ്ട് അത് കെട്ടാണ്ടാക്കിയെങ്കിൽ പന്നീന് ഭയങ്കര ശല്യമുണ്ട് ഇവിടെ. ഞാൻ ഈ മറ്റേ നഴ്സറിയിൽ നിന്ന് മറ്റേ ഇതില്ലേ നമ്മൾ അടുക്കാൻ മറന്നു കൗങ്ങിൻ്റെ തൈയില്ലേ അത് തൈ മറ്റേ പിന്നെന്തോ 2-3 തൈയെല്ലാം കൊണ്ട് നട്ടിട്ടുണ്ടായിന് ഫ്രൂട്ട്സിൻ്റെ തന്നെ. അതിനെല്ലാം ഈ പന്നീൻ്റെ ഉള്ളിലത്തെ കാമ്പെടുത്തിട്ട് മറിച്ചിട്ടിട്ട് വെക്കുന്നു. അപ്പോൾ നോക്കിയാൽ ഞങ്ങളെ ഗ്രൗണ്ടിലത്തെ വ്യൂ അടിപൊളിയല്ലേ. ഭയങ്കര എന്തോ ഒരു ചെയ്യലാണ് നിങ്ങനെ നോക്കിയിട്ട് നിൽക്കാനവിടെ. പള്ളിയും നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതും നമ്മളെ കാടും നമ്മളെ സംഭവങ്ങളെല്ലാം കാണിക്കാനുണ്ട്. ബാക്ക് സൈഡെല്ലാം നല്ല ഉണ്ട് കാണാൻ. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ കാണിക്കാവേ നിങ്ങൾക്ക്. എല്ലാം കാടന്നെ പക്ഷെ കാണാൻ നല്ല ഒരു സൈലൻ്റ് ആയിട്ട് നല്ല ഉണ്ടാകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിലേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവേ. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.